എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിലേക്കും അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കുമുള്ള ജോബ് വേക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വിവിധ യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തേത് കേരള സർക്കാരിന് കീഴിൽ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് KPESRB വഴിയുള്ള ജോബ് വേക്കൻസിയാണ്. കാറ്റഗറി നമ്പർ 023/2025 ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 20 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ദ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. തസ്തികയുടെ പേര് ഹെൽപ്പറാണ്. ITI ഇൻസ്ട്രുമെൻറ്റേഷൻ. ഈ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അവസരമുള്ളത്. ആകെ വേക്കൻസി 3 ആണ്. ജോലി വരുന്നത് സ്ഥിരനിയമനമാണ്. സർക്കാരിന് കീഴിൽ സ്ഥിരനിയമനമാണ്. ശമ്പളം ലഭിക്കുന്നത് 13,650 മുതൽ 22,200 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ITI ആണ്. ITI ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേഡാണ് വേണ്ടത്. പ്രായപരിധി 41 വയസ്സ് വരെ. എക്സ്പീരിയൻസ് ആവശ്യമില്ല. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് 1 ഇയർ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ജോലി വരുന്നത്. ഇനി 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST കാറ്റഗറി ആണെങ്കിൽ 75 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂ വഴിയാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ടൊരു ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് KPESRB.kerala.gov.in ആണ്. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വേക്കൻസി നോക്കാം. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ എറണാകുളത്തേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. താൽക്കാലിക നിയമനമാണ് വരുന്നത്. ഡെയിലി വേജസ് ആയിട്ടാണ് ജോലി വരുന്നത്. ആദ്യത്തെ പോസ്റ്റ് സ്കിൽഡ് വർക്കേഴ്സ് വിത്തൗട്ട് ഗ്രാജുവേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് VHSC അല്ലെങ്കിൽ +2 ആണ്. വിത്ത് മിനിമം 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ എനി റിസർച്ച് അല്ലെങ്കിൽ ഫാം റിലേറ്റഡ് വർക്ക്സ്. ഇനി ഇതല്ലെങ്കിൽ 10ാം ക്ലാസ്സും കൂടാതെ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇൻ റിസർച്ച് ഓർ ഫാം റിലേറ്റഡ് വർക്ക്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഒന്നെങ്കിൽ VHSC അല്ലെങ്കിൽ +2 കൂടാതെ 6 മാസത്തെ എക്സ്പീരിയൻസ്. ഇതല്ലെങ്കിൽ 10ാം ക്ലാസ്സും 2 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡെയിലി വേജ് വരുന്നത് പെർ ഡേ 450 രൂപയാണ്. വർക്കുകൾ വരുന്നത് ഫീൽഡ് വർക്ക് ഇൻ റിസർച്ച് പ്ലോട്ട്, ലബോറട്ടറി വർക്ക്, പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ വർക്ക്സ്, ടിഷ്യൂ കൾച്ചർ വർക്ക്സ്. ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇനി അടുത്തത് സ്കിൽഡ് വർക്കേഴ്സ് വിത്ത് ഗ്രാജുവേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ബോട്ടണി ഓർ സുവോളജി ഓർ ബയോടെക് ഓർ കെമിസ്ട്രി ഓർ മൈക്രോബയോളജി ആണ്. ഇതിലേതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി 1 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് വേണ്ടത് ഇൻ റിസർച്ച് ലാബ് ഓർ ഫാം റിലേറ്റഡ് വർക്ക്സ് ആണ്. വേജ് ലഭിക്കുന്നത് പെർ ഡേ 550 രൂപ വെച്ചാണ്. ഇവിടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് അസിസ്റ്റിംഗ് ഇൻ ഫീൽഡ് എക്സ്പെരിമെൻറ്റ്, അസിസ്റ്റിംഗ് ഇൻ ബയോ ആക്ടിവിറ്റി സ്റ്റഡീസ്, അസിസ്റ്റിംഗ് ഇൻ അനലിറ്റിക്കൽ വർക്ക്സ്, അസിസ്റ്റിംഗ് ഇൻ പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്, ഡോക്യുമെൻറ്റേഷൻ വർക്ക്സ്, സെയിൽസ് ആൻഡ് റിലേറ്റഡ് വർക്ക്സ്. ഇത്രയും കാര്യങ്ങളാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ഇല്ലാതെ +2 അല്ലെങ്കിൽ VHSC ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ 2 തസ്തികകളിലേക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ബയോഡേറ്റയും നിങ്ങളുടെ ഏജിൻ്റെ പ്രൂഫ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയുമായിട്ട് നിങ്ങൾ നേരിട്ട് ഹാജരാകേണ്ടതാണ്. മാർച്ച് 14-ാം തീയതിയാണ് ഡേറ്റ് വരുന്നത്. മാർച്ച് 14 നിങ്ങൾ നേരിട്ട് ഹാജരാവുക.
11 മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇൻ്റർവ്യൂ ടൈം 11:30 മുതൽ 1 മണി വരെ ആയിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ വരുന്നത് അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ, ഒടക്കാലി, അസമന്നൂർ PO, എറണാകുളം ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. ഇതാണ് വെന്യൂവിൻ്റെ സ്ഥലം വരുന്നത്. സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പെർട്ടൈസിൻ്റെയും സ്കില്ലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇതും കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൊടുക്കണം. ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ ഫോമും കൂടാതെ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതമാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോദിക്കാവുന്നതാണ്. 97 44 46 98 76. അപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ജോലി വരുന്നത് 2026 മാർച്ച് 31 വരെ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് ITI യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.